Deepa Spanikar here inside my house. Now the time is actually 7 o'clock, okay, 7 p.m. Today is 1st January 2026, and I am speaking about how these criminals will be creating fake stories, and how these criminals are cheating others actually, and how these criminals are cheating me to loot job loss insurance and such type of several insurances, okay. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ട്വിൻ സിസ്റ്ററാണ്. ഭയങ്കര കള്ളിയാണ് ഇവൾ. അപ്പം ഇവൾ പലരെ വെച്ച് ഇതുപോലെ പലരെയും യൂസ് ചെയ്തിട്ടുണ്ട്. പലരും ഇതുപോലെ തന്നെയാണ് പ്രീതായസ് പണിക്കറിൻ്റെ സ്വഭാവം. എൻ്റെ അമ്മ വീട്ടുകാർക്ക് കുറേ സ്വഭാവങ്ങൾ ഇങ്ങനെയുണ്ട്. ഇവളുമാർക്ക് ഇങ്ങനെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന സ്വഭാവക്കാരികളാണ് ഇവളുമാർക്കല്ല. ഈ ജലജ എന്ന് പറയുന്നവളും ഭയങ്കര നമ്പർ 1 ഇതാണ്. അതുപോലെ രാജേഷ് എന്ന് പറയുന്ന ഒരുവനുണ്ട്. അവൻ്റെയൊക്കെ ഹിസ്റ്ററി എടുത്താൽ അറിയാൻ പറ്റും. ഈ ലീല ഇവളുമാർക്കൊക്കെ നല്ലപോലെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്ത് ക്യാൻസറാണ്, മറ്റേതാണ്, മറിച്ചേതാണ്, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞ് ഒത്തിരി ഇൻഷുറൻസ് ഒക്കെ ലൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇതെല്ലാം ഈ പരിപാടികളെല്ലാം ഇവന്മാർക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വെച്ച് ഇവളുമാർ ഇങ്ങനെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന പരിപാടിയാണുള്ളത്. അപ്പോൾ ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവൾ, അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു തമിഴിനെ കല്യാണം കഴിച്ചതാണ്. അയാളെ എല്ലാം വക വരുത്തിയിട്ട് പറഞ്ഞുണ്ടാക്കി അവൻ ആത്മഹത്യ ചെയ്തതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവൻ ആത്മഹത്യ ചെയ്യുന്ന പേഴ്സണാലിറ്റി ഒന്നുമല്ല. അവൻ നല്ലപോലെ ഫൈറ്റ് ബാക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവൻ ചുമ്മാതെ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയും അല്ല. നിങ്ങൾ അവനെക്കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം. നമുക്ക് ഒരാളിനെക്കുറിച്ച് പല ജോലികൾ ചെയ്തിട്ടുണ്ട്, പല കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അവന് പിന്നെയും വേറെ കമ്പനിയിൽ അവൻ അത്ര വലിയ നോളജ് ഇല്ലാത്തവനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവനോ ഒന്നുമല്ല അത്ര വലിയൊരു പോയി ഇതാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവൻ പോകുന്ന കമ്പനീസിലൊക്കെ ഇവളുമാർ ഹരാസ് ചെയ്യിച്ചിട്ട് ഇവനെ കൊണ്ട് ജോലി ഇല്ലാതെയാക്കി രാജിവെപ്പിച്ച് അങ്ങനെ ജോബ് ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇൻഷുറൻസ് വാങ്ങിക്കുന്ന സ്വഭാവക്കാരികളാണ് ഇവളുമാർ, മനസ്സിലായില്ലേ? ഈ പ്രീത, ഇൻക്ലൂഡിങ് പ്രീത, ഈ ബിജു പി എന്നെ വെച്ച് അതുപോലെ ചെയ്തതാണ്. ഈ ബിജു പിയെ കൊണ്ട് എന്നെ ട്രാപ്പ് ചെയ്യിക്കായിരുന്നു, ഹണി ട്രാപ്പ് എന്ന്. അപ്പോൾ ഹണി ട്രാപ്പ് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഹണി ട്രാപ്പ് ചെയ്യിച്ചാണ് നമ്മുടെ കല്യാണം നടന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിജു പി എന്ന് പറയുന്നത് കണ്ടല്ലൂരാണ്, മണിവേലിക്കടവ്. ഈ രാജമ്മയുടെ ഹസ്ബൻഡ്, രണ്ടാമത്തെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡെന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല, കല്യാണം കഴിച്ചോന്ന് എനിക്കറിയത്തില്ല, കല്യാണമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇവൾ. അപ്പോൾ ഈ രാജമ്മ എന്ന് പറയുന്ന കള്ളി, മുതുകള്ളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഇവളുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ഒരുത്തിയുടെ മകനുണ്ട്, ഒരു സുരേഷ് എന്ന് പറയുന്നവൻ. കല്യാണം കഴിച്ചിരിക്കുന്നത് ജനക എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഈ ജനാർദ്ദനൻ അയാളുടെ മകളായ ജനകയാണ്. അവർക്ക് എറണാകുളത്ത് ബാർ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. കളമശ്ശേരിയാണ് ഇവരുടെ യഥാർത്ഥ റൂട്ട് എന്ന് പറയുന്നത് ഈ കണ്ടല്ലൂർ അവിടെയാണ്. ഈ ജനക എന്ന് പറയുന്നവർ അച്ഛനും അമ്മയും കണ്ടല്ലൂർക്കാരനാണ്. ഈ ബിജു പിയുടെ നെയ്ബറാണ്, മനസ്സിലായല്ലോ? പിന്നെ ഇവർക്ക് വെള്ളാപ്പള്ളിയുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജമ്മ എന്ന് പറയുന്നവളുടെ മനസ്സിലായല്ലോ, ഈ രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മകനായ സുരേഷാണ് ഈ കണ്ടല്ലൂർ അച്ഛനും അമ്മയും കണ്ടല്ലൂർക്കാരായ ജനകയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർ കളമശ്ശേരി സെറ്റിൽഡ് ആണെങ്കിൽ ഇവരുടെ റൂട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ബിജു പിയുടെ തൊട്ട് നെയ്ബറാണ് നെയ്ബറിങ് ഹൗസസ് ആണ്. ഈ രാജമ്മയ്ക്ക് ജനാർദ്ദനൻ എന്ന് പറയുന്ന ആളുടെ വള്ളിപ്പുള്ളി വിടാത്ത ഹിസ്റ്ററികൾ ഫുൾ അറിയാം. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. വള്ളിപ്പുള്ളി എന്തെല്ലാം സംഭവിച്ചു, എങ്ങനെയാണ് എറണാകുളത്ത് പോയത്. അപ്പോൾ ഒരു നെയ്ബറിൻ്റെ മാല, ഒരു സ്ത്രീയുടെ മാല, ഈ ജനാർദ്ദനൻ ആദ്യം ഒരു സ്ത്രീയുമായിട്ട് ബന്ധമായിരുന്നു. അവരുടെ മാല വാങ്ങിച്ചുകൊണ്ടാണ് ഇയാൾ എറണാകുളത്ത് പോകുന്നതും. അങ്ങനെയാണ് പതിയെ ഇങ്ങനെ കാശുണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ മാല വാങ്ങിച്ചുകൊണ്ട് പോയത് ഈ സ്ത്രീയുടെയാണ്. അപ്പം അന്നേരം ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയ സമയത്ത് എന്നോട് എൻ്റെ കോടതിയിലുള്ള ഒരു സീത വക്കീൽ എന്ന് പറയുന്ന ഒരുത്തി പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് കല്യാണം കഴിക്കുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അങ്ങനെ അങ്ങ് പറയാൻ എങ്ങനെയാണ്? നിങ്ങൾ അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാൻ എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് തന്നെ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ, നിങ്ങളെ ഇവിടുന്ന് തന്നെ കല്യാണം കഴിക്കുമെന്ന് അവർ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഈ ബിജു പിയെ നമ്മുടെ സൈഡിലൊക്കെ കൊണ്ട് നിർത്തുക. നമ്മൾ ഈ ബിജു പി വരുന്നുണ്ട്, ഇവളുമാരൊക്കെ അങ്ങ് ഒഴിഞ്ഞു മാറുക. അങ്ങനെയൊക്കെ കുറച്ച്, പക്ഷെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു കുറേയെല്ലാം ആദ്യം എല്ലാം. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ നമ്മുടെ എടുക്ക വന്നിട്ട് നമ്മളോട് ഡയറക്റ്റായിട്ട് ഫോൺ നമ്പർ ചോദിച്ചു.
ഇപ്പം ഞാൻ പറഞ്ഞു എന്തുവാ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഫോൺ നമ്പർ ചോദിച്ചത്. ഇത് യഥാർത്ഥ കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അപ്പം പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റത്തില്ല, കുറച്ചേറെ പറയാനുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ, അവൻ്റെ ഫോൺ നമ്പർ, അപ്പോൾ 430034 എന്നോ ഏതാണ്ടൊരു ഭയങ്കരമായിട്ട് വേഗം റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറായിരുന്നു ഇവൻ്റെത്. അപ്പം ആ നമ്പർ നമുക്ക് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും പിന്നെ ഇവൻ നിരന്തരം നമ്മളെ വിളിക്കുകയും ഇങ്ങനെ എന്നും ഇവൻ വിളിക്കും. അങ്ങനെയാണ് നമ്മൾ ഇത് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തത്. എന്നിട്ട് നമ്മളെ കല്യാണമൊക്കെ ഇതാക്കി. അപ്പം അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം, അപ്പോൾ ലവ് മാരേജ് പോലെയാണെന്നാണല്ലോ നമ്മുടെ വെപ്പ്. അപ്പോൾ ഇവൻ കല്യാണം കഴിച്ച ആദ്യ രാത്രി തന്നെ നമ്മളോട് ചോദിക്കുന്നത് നീ എത്ര പേരോട് അവിടെ പോയിട്ടുണ്ടടി. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഈ ഡ്രാമാസിൻ്റെ ഭാഗമാണ്. ഇവന്മാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സൊക്കെ ആയാലെങ്കിൽ പോലും പിന്നെ നമ്മുടെ പേരിന് കല്യാണമൊക്കെ നടത്തി കെട്ട് എന്താ പറയുന്നത്, ഒരു വേർഡൊക്കെ പറയുമല്ലോ, അതിനെന്താണ് എന്തോ ഒരു വേർഡ് പറയും അതിന്, എന്തോ ഒരു കല്യാണം കഴിച്ചതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കെട്ട് ശാപമോ എന്തോ അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടൊരു കെട്ട് നടത്തിയെന്നൊക്കെ വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ നമ്മൾ അതിനൊന്നും ചെയ്യാൻ പോയില്ല. നമ്മൾ അന്നൊക്കെ റിയാക്ട് ചെയ്യാത്ത ഒരാളായിരുന്നു. വളരെ എന്താ പറയുന്നത്, കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. പിന്നെ എന്താണ്, ഇവൻ 10ാമത്തെ ദിവസം മുതൽ നമ്മളെ അടിക്കാൻ തുടങ്ങി, നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവന് ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ ഇവനെ മിക്കപ്പോഴും നമ്മളെ അടിക്കും. പിന്നെ നമ്മൾ കോടതിയിൽ പോകുമ്പം ഇവൻ തിരിച്ചു വരുന്നുണ്ടേ, കാറ് കോടതിയുടെ പടിഞ്ഞാറൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. അന്നത്തെ കോടതി പഴയ ബിൽഡിംഗ് ആയിരുന്നു, ഇപ്പം പുതിയതൊക്കെ വന്നു. അപ്പം അവിടെ കാർ ഇറങ്ങുന്നുണ്ടെ തന്നെ ഇവൻ ചീത്ത വിളിക്കാൻ തുടങ്ങും. നിൻ്റെ 2 ലക്ഷം പൂര, നിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാറ് വിറ്റ് ബാങ്കിലിട്ടാൽ നീ വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രാമയൊക്കെ നടത്തി. ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ ഇവൻ്റെ ചീത്തവിളി കേൾക്കാതെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. വേറെ MBA പഠിച്ചു, പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു. അപ്പം ജോലി ചെയ്യാൻ നോക്കി, അതിനെക്കുറിച്ചുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയൊക്കെ. പക്ഷേ ഇവൻ ഭയങ്കര ഇങ്ങനെ ഒരു പ്രശ്നകാരിയാണ്. അപ്പം കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളായിരിക്കും നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പിന്നെ അവൻ്റെ ഇതൊക്കെ. അത് പക്ഷേ കുഞ്ഞൊക്കെ ജനിച്ചു. പിന്നെ ഒരു 2002 കല്യാണമെങ്കിൽ 2005 ഓഗസ്റ്റ് 27 എൻ്റെ മകൾ. അപ്പം ഇങ്ങനെ ഇത്രയും ഗ്യാപ്പൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ തെളിവാണ് എൻ്റെ. അപ്പം ഇവൻ എന്നിട്ട് ആരാണ്ടൊക്കെ കൈ നോക്കി പറഞ്ഞു 3 കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞാൽ 3 കുട്ടികൾ പിന്നെന്താണ് എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു 3 കുട്ടികൾ ഒരിക്കലും ഇതാവത്തില്ല എന്ന്. നമുക്ക് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമില്ല. 1 2 അതിൽ കൂടെ 3 ഒരു താല്പര്യമില്ല തള്ളാം. അപ്പോൾ അന്നേ എനിക്കൊരു ഡൗട്ട്, ഇവൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇവൻ്റെ പറിച്ചു വരുന്ന ഒന്നെനിക്കും വേറെ ഇവിടെ പ്രീത എസ് പണിക്കറിനെ കെട്ടി 2 കൂടെ എന്നുള്ളതൊക്കെ ആയിരിക്കും ഉദ്ദേശം ഇവൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പായിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും പതിയെ വകവരുത്തി വെച്ച് പ്രീത എസ് പണിക്കറിനെയൊക്കെ കെട്ടി അങ്ങ് വാഴാമെന്നാണ് വിചാരിച്ചത്. അതുപോലെ പ്രീത എസ് പണിക്കറും ഇതുപോലെ പതിയെ കല്യാണമൊന്നും കഴിക്കാതെ ഇങ്ങനെ പതിയെ ഹണി ട്രാപ്പൊക്കെ നടത്തി ഇങ്ങനെ നടക്കുന്ന സമയമാണ്. പക്ഷേ ഇതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവാഞ്ഞതുകൊണ്ട് ഇവൾ അവസാനം ഈ ചെല്ലമുരളി എന്ന് പറയുന്ന ഒരു പാവം ബ്രാഹ്മണനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ആ പാവം ബ്രാഹ്മണനെ കല്യാണം കഴിച്ചതോടെ അവൻ്റെ അധോഗതി തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഭയങ്കര എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള ആളാണ്. 5000 അന്ന് 5000ൻ്റെ സാരി വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം. പിന്നെ ഒരു കൊലുസൊക്കെ കളയുക, ഒരു കൊലുസ് കളഞ്ഞിട്ട് പറയാം എൻ്റെ കൊലുസ് കളഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ അത് വാങ്ങിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ട്രിക്കി ആൻഡ് എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഇവക്ക് ഇതിനെല്ലാം കാശ് വേണം. ഇവക്ക് അതുകൊണ്ട് രാജമ്പ 10 ലക്ഷം മറ്റെല്ലാത്തിനും തെളിവുണ്ട് എൻ്റെ കയ്യിൽ. ഇവളിങ്ങനെ വാങ്ങിക്കുകയാണ്. അപ്പം ഇതെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞാണ് ഇവളുമാരെ എടുക്കുന്നതൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര. അതുപോലെ ഞാൻ ഒരു നല്ല സാരി ഉടുക്കാൻ പറ്റത്തില്ല, നല്ല ഡ്രസ്സ് എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. ബിജു പി എന്ന് പറയുന്നവനങ്ങ് ഇതാവും. ഇച്ചിരി തിളക്കമുള്ളതൊക്കെ ഇട്ടാൽ പറയും തിളങ്ങുന്നു. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ പാത്ത് വയ്ക്കുന്ന സ്വഭാവം, ഇതെല്ലാം നടന്നു. ഞാൻ ഈ പ്രീത എസ് പണിക്കർ അവസാനം എൻഗേജ്മെൻറ്റ് നടത്തി കല്യാണം കഴിക്കേണ്ടി വന്നു. എന്നിട്ട് 1 വർഷമൊക്കെ പിന്നെ നോക്കി നിന്നു. എൻഗേജ്മെൻറ്റൊക്കെ നടത്തിയിട്ട് 1 വർഷം ഗ്യാപ്പൊക്കെ ഇട്ട് നിന്ന് നോക്കി എന്നെ എന്തെങ്കിലും ഒരു വക വരുത്താൻ പറ്റുമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് പിന്നെ ഇവൾ കല്യാണം കഴിച്ച് ആ ദിവസമൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ പോകാനൊരു എത്ര കരഞ്ഞാലും ശരി പോകാനൊക്കെ ഒരു ഇൻട്രസ്റ്റ്. ഇത് കരയൊന്നുമില്ല. പക്ഷെ ഒരിടത്ത് മാറി ഇങ്ങനെ നിൽക്കുകയാണ്, എന്തോ പോകാൻ വയ്യാത്ത പോലെ ഒരു ആക്ടിങ്ങും ഒക്കെ. ഞാനപ്പോൾ വിചാരിച്ചത് എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് പോകേണ്ടി വന്നു. അങ്ങനെ പോയി, അങ്ങനെ കുട്ടികളൊക്കെ ആയി ഇങ്ങനെ. പക്ഷേ അവനെ 10ാമത്തെ വർഷത്തിൽ അവനെ എല്ലാം വകവരുത്തി. ഇവിടെ എല്ലാവർക്കും അറിയാം
അവൻ കെട്ടിത്തൂങ്ങിച്ചത്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ അവൻ അങ്ങനത്തെ പേഴ്സണാലിറ്റി അല്ല. കാരണം പിന്നെ നമ്മൾ ഇത് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയാൻ കാരണം ഇവളുമാരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലേണ്ടവരെയും ഇവന്മാർ വകവരുത്തേണ്ടവരെയും മനസ്സിലായില്ലേ ഒറ്റയ്ക്കാക്കും ഇവളുമാർ. എന്നെ അങ്ങനെ ഒറ്റയ്ക്കാക്കി 2019-20 കാലഘട്ടത്തിൽ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒത്തിരി പല പല പണികളും ശ്രമിച്ചിട്ടും നടന്നില്ല. മനസ്സിലായോ? കറണ്ട് വരെ ഓഫ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു കൊല ചെയ്ത ഒരാളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പരോൾ ഇറങ്ങി വരിക. അപ്പോൾ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പരോൾ കിട്ടുമോ. ഇപ്പം കണ്ടില്ലേ ഒരാൾക്ക് TPയെ കൊന്നവന് ഇഷ്ടം പോലെ പരോളാണ് കിട്ടുന്നത്. അങ്ങ് ചുമ്മാ. അപ്പം ഇവർക്കൊക്കെ നല്ല പിടിപാടാണ്. ഇവരൊക്കെ വിചാരിച്ചാൽ എന്താ പറയുന്നത്, പരോളൊക്കെ 100 തവണ എടുക്കാൻ പറ്റും ഈ ക്രിമിനൽസിന്. മനസ്സിലായില്ലേ? ഇന്നിറങ്ങി നാളെ പോയി കയറിയാലും അടുത്ത ദിവസം പരോൾ വേണമെങ്കിൽ ഇവന്മാർക്ക് കിട്ടും. അങ്ങനത്തെ ആളുകളാണ് ഇവന്മാർ. ഇതെല്ലാം ഭയങ്കര ക്രിമിനൽ നെറ്റ്വർക്കാണ് ഇവന്മാർക്കുള്ളത്. എല്ലായിടത്തും ഈ ക്രിമിനൽസിന് നെറ്റ്വർക്കുണ്ട്. എല്ലാ ഗവൺമെൻറ് ഓഫീസസിലും എല്ലായിടവും ഇവന്മാർക്ക് നല്ല ക്രിമിനൽ നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ ലൂട്ടേഴ്സ് ഇവരെല്ലാം ഇൻഷുറൻസ് ലൂട്ടേഴ്സാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുന്നത്, അപ്പോൾ ഇവനെ ഒറ്റയ്ക്കാക്കി. ഇവള് മധുരയിലായിരുന്നു താമസിക്കുന്നത്. 2 കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ ഒറ്റയ്ക്കാക്കി. പിന്നെ ഒറ്റയ്ക്കാക്കി ഇവളും അങ്ങ് ഇവിടോട്ട് പോയി. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹല്യ പാലക്കാട് വന്നു. ഈ പാലക്കാട് ഒത്തിരി ക്രിമിനൽസ് അഴിഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. അവിടെ വന്നേച്ച് ഇവള് അഹല്യയിൽ കയറി. അഹല്യയിൽ നിന്ന് അങ്ങനെ കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് ഒരു വർഷം 1.5 വർഷമായപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇവൻ എന്താ പറയുന്നത്, ഇവളങ്ങ് പൊക്കഴിഞ്ഞപ്പോൾ മെലിഞ്ഞിട്ട് അപ്പോൾ എന്തോ ഇവനിങ്ങനെ എള്ളെണ്ണ ഇങ്ങനെ കൊടുക്കുക. ഒരു ഇഡലിക്കകത്ത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മൂത്ത കൊച്ചിനും ഇവനും കൂടെ അങ്ങ് എള്ളെണ്ണ ഇങ്ങനെ കലക്കി അങ്ങ് കൊടുപ്പായിരുന്നു ജോലി കേട്ടോ. ഈ മൂത്ത കൊച്ചിനെയും ഇവനെ എങ്ങനെങ്കിലുമൊക്കെ ഇതാക്കണമെന്നുള്ള രീതിക്ക് ഒത്തിരി കൊടുക്കുകയും പഠിക്കുകയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പല പല ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം അത് കഴിഞ്ഞ് പിന്നെ ഈ ഇഡലി ചട്നി എന്ന് പറയുന്നതിനകത്ത് ഇവള് കലക്കി കൊടുക്കുന്നത് ഇങ്ങനെ നമ്മളെ അതൊക്കെ എനിക്ക് അറിയാം. എന്തോ ഒരു ഫാറ്റി സാധനം ഇവളുമാർ ഇതിനകത്ത് കലക്കും. നമ്മുടെ പാലിനകത്ത് അങ്ങനെ പലതിനകത്ത് ഇവളുമാർ ഇത് കലക്കുന്നത്, ഈ നമ്മളെ വണ്ണിപ്പിക്കുന്ന സാധനം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ചില എണ്ണകളൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ 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 കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അതങ്ങനെ. അപ്പം എന്നിട്ട് ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇതുപോലെ ഇവനെ എല്ലാം വകവരുത്തി. അപ്പോൾ ഈ പോലീസ് പറഞ്ഞ് ഇവനെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം. പക്ഷേ ഇവളുമാർ അത് അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഒരു ഡൗട്ടാണ്. അപ്പം നമുക്ക് അന്ന് എന്താണ് ഇവർ പോലീസിന് ഇപ്പം നമ്മളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ശരി, നമുക്ക് ആര് മരിച്ചാൽ ഇങ്ങനെ പോലീസ് നിർദ്ദേശിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞാൽ 101 പ്രാവശ്യം നമ്മൾ ചെയ്യും. കാരണം ഡെത്തിൻ്റെ റീസൺ നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇവൻ ആരോ ചെല്ലുമ്പോൾ ഇവൻ മരിച്ചു കിടക്കുമായിരുന്നെന്നാണ് പറയുന്നത്. ചുമ്മാതാ എല്ലാം അപ്പം പോലീസ് വന്ന് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മഹത്യയാണെന്ന് പറയുമ്പം പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവോയ്ഡ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് നെറ്റ്വർക്കൊക്കെ ഇഷ്ടം പോലെയാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവളെ എന്നിട്ട് ബിജുപ്പിയുടെ വീട്ടിലോട്ടാണ് ആലയിച്ചുകൊണ്ട് വരുന്നത്. ഈ 13ാമത്തെ ദിവസം കഴിയുമ്പം ഇവൻ്റെ പെണ്ണും പിള്ളയെ. അപ്പോൾ അവിടെയുള്ള ഒരുത്തം പറയുകയാണ് പുതിയ സാരിയും വളയൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ വല്ല കഷ്ടമുണ്ടോ തമിഴ്നാട്ടിൽ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവളെ ഈ വിളിച്ചുകൊണ്ട് പോരുക എന്ന് പറഞ്ഞാൽ ഇവിടെ പാലക്കാട്ടോട്ട് വിടാൻ. അല്ലാതെ അവളുടെ ബന്ധം അവിടെ തന്നെ ഇല്ലയോ, അല്ലാതെ വേറെ അടുത്തോട്ട് വല്ലതും വരുമോ? മരിച്ചുപോയി ഹസ്ബൻഡ്, ഓക്കെ, ആ ബന്ധം എന്തായാലും ഉണ്ട്, മരണപ്പെട്ടു പോയതാണെന്ന് വിചാരിക്കുക. ഇവള് കൊന്നതാണ്, അതെന്തായാലും ശരി. അപ്പോൾ പുതിയ വളയും സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അതെന്തിൻ്റെ കാര്യമാണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു കസ്റ്റം നിലനിൽക്കുന്നതെന്ന് തന്നെ നമുക്കറിയത്തില്ല. നിങ്ങൾ അന്വേഷിക്കുക, തമിഴ്നാട്ടിൽ ഇങ്ങനൊരു കസ്റ്റമുണ്ടോ? ഭർത്താവ് മരിച്ചു പോയാൽ വളയും സാരിയൊക്കെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കസ്റ്റമുണ്ടോ നിങ്ങൾ തിരക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഒരു മുരളിയുടെ ഒരു സിസ്റ്ററിൻ്റെ ഒരു ഹസ്ബൻഡ് നമ്മളോടങ്ങ് പറയുകയാണ് 13 ദിവസം കഴിഞ്ഞപ്പോൾ മുരളിക്ക് മോക്ഷം കിട്ടി കേട്ടോ. മുരളിക്ക് മോക്ഷം കിട്ടി. എന്തിനാണ് നമ്മളോട് പറയുന്നത് മുരളിക്ക് മോക്ഷം കിട്ടി എന്നൊക്കെ പറയേണ്ട കാര്യം എന്തുവാണ്? മുരളിക്ക് മോക്ഷം കിട്ടി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാം. മുരളിക്ക് മോക്ഷമൊന്നും കിട്ടത്തില്ല. കാരണം അവൻ്റെ സോളിനെ അപമാനിച്ചതാണ്. അവൻ്റെ സോള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ, നിങ്ങളെ തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ ആത്മഹത്യ ചെയ്യാത്ത ഒരാളിനെ നിങ്ങളുടെ ഭാര്യയെ ചതിച്ച് കൊന്ന് കെട്ടിത്തൂക്കി പൈസ എല്ലാം വഹിച്ച്
അത് നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളുടെ സോൾ അറിയുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് മാത്രമൊന്നുമല്ല, ഇത് നിങ്ങളുടെ സോള് ഇത് കാണും. ആ ഒരു നമ്മൾ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നെല്ലാം കാണും. നമ്മുടെ ആത്മാവ് പിന്നെ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കും എന്നൊക്കെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കാണും, നമ്മൾ ആരാണെന്ന് അവർ കാണും, നമ്മുടെ ആത്മാവ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ ചതിയത്തി കണ്ടിട്ടുണ്ടാവില്ലേ, അവൻ എങ്ങനെയാ മോക്ഷം കിട്ടുമെന്നാണ് ഇവൾ പറയുന്നത്. ഇവനെവിടെയോ ജനിച്ചിട്ടുണ്ട് ഇവൾക്ക് പാരയാവാൻ. ഇവളുടെ കുടുംബം ഛിന്ന ഭിന്നമാക്കി വിടാൻ അവനെവിടെയോ ജനിച്ചിട്ടുണ്ട്. ഇതാണ് സത്യം കേട്ടോ. അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. അത് ജനിച്ചിരിക്കും. ഇവൾ പിടിച്ചു പറിച്ച കാശൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ അവൻ വരും കേട്ടോ. മനസ്സിലായോ? അവൻ വരും. ഇവൾ പിടിച്ചു പറിച്ച കാശിനൊക്കെ ഉടമയായി തീരും. അങ്ങനെയാണ് വരുന്നത് കർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭഗവാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം ഒരു കഥ. നമ്മുടെ രാമായണത്തിലെ ബാലിയെ നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ മറഞ്ഞിരുന്ന് അമ്പെയ്ത് കൊന്നു. പക്ഷേ ഈ ബാലി തന്നെയാണ് സെയിം രീതിയിൽ ജനിച്ചു. ആരാണ് ആ കാട്ടാളനായിട്ട് ജരയായിട്ട് ജനിച്ചിട്ട് അതേപോലെ മറഞ്ഞിരുന്നിട്ടാണ് ഭഗവാനെ അമ്പെയ്യുന്നത്. ഭഗവാൻ എന്താ കാണിച്ചു തരികയാണ്? കർമ്മയുണ്ടെന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് വിൽ കം ബാക്ക്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോ. ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പം പിന്നെ ഇവിടെ നമ്മുടെ ഇങ്ങനെയാണ് ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ. എന്നിട്ടെന്താണ് ആദ്യം നമ്മളോട് പറഞ്ഞ് സൈലൻറ്റ് അറ്റാക്ക്, മറ്റേ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നാട്ടുകാരൊക്കെ നമ്മളോട്, ഞാൻ ഇവൻ്റെ വീട്ടിൽ നിന്ന്, ഈ ബിജുപി എന്ന് പറയുന്നവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഈ ഓലകെട്ടിയമ്പലത്തിലെ നാട്ടുകാർ തന്നെയാണ് പറഞ്ഞത്, മോളുടെ അനിയൻ എന്താണ് പറ്റിയത്, എന്തിനാണ് കെട്ടിത്തൂങ്ങിയതെന്ന്. അന്നേരം നമുക്കൊരു ഷോക്കായിരുന്നു. കെട്ടിത്തൂങ്ങിയോ? ഇവിടെ എന്തോ ഈ പറയുന്നത്, കെട്ടിത്തൂങ്ങിയോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവനെ അറിയാം, അവനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അതുപോലെ എന്താണ് സൈലൻ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞങ്ങ് നമ്മളെ ധരിപ്പിച്ച് അതൊരു ഷോക്കായിരിക്കത്തില്ലേ? ഒരാൾ പല രീതിയിൽ മരിക്കും. സൈലൻ്റ് അറ്റാക്ക്, ആത്മഹത്യ, പിന്നെ മോഹൻ സിംഗ് തന്നെ ഇവിടെ എല്ലാം പാട്ടാക്കിയ ഒരു സംഗതിയുണ്ട്. ഇവൾ സ്ലോ ആക്ടിങ് പോയിസൺ കൊടുത്തിട്ടുണ്ട്. ഇവന്മാരിപ്പം കലക്കുന്നുണ്ട്, നമ്മുടെ ഭാഗത്തോട്ട് അടിക്കുന്നുണ്ട്, പോയിസണസ് ഗ്യാസ് സ്പ്രേ ചെയ്യുന്നുണ്ട്, പലതും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോഴതോ അതിനെക്കുറിച്ച് അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്ന സദാനന്ദ മന്ദിരത്തിലെ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീത എസ് പണിക്കർ ഇവനെ സ്ലോ ആക്ടിങ് പോയിസൺ കൊടുത്താണ് കൊന്നതെന്ന്. മനസ്സിലായില്ലേ? കൊന്നു, അതാണ് ഇതാണെന്നൊക്കെ. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ഈ രാജമ്മ എന്ന് പറയുന്നവൾ 2 ദിവസം കൊണ്ട് എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ പെൻഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ 15,000-ഉം എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്ന 15,000-ഉം 30,000 എനിക്ക് തരുന്നുണ്ട്. കാരണം ഇവനാണ് എന്നെ ജോലിക്കൊന്നും വിടാത്ത. നമ്മൾ പോയാൽ തന്നെ ഇവന്മാരെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ എന്തോന്നറിയോ, ഇവരുടെ ഏതോ ഒരുത്തനുമായിട്ട് ഞാൻ അവനുമായിട്ട് കണക്റ്റഡ് ആണെന്ന് വരുത്താൻ വേണ്ടി അവനെക്കൊണ്ട് എൻ്റെ ബാങ്കിലോട്ട്, എൻ്റെ ഫോണിലേക്ക്, എൻ്റെ ബാങ്കിലേക്ക് പൈസ ഇടിയിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തെളിയിക്കും. ഇങ്ങനെ കുറേ പേരെ കൊണ്ട് ഇവളുമാർ ഇടിയിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡീറ്റെയിൽസും സകല സംഗതികളും എടുക്കണം. ഇവളമാർ ആരെ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ പല രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള മാരേജ്, ഇത് പല നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ്, ഒരു ഓൺലൈൻ എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് അവർ പറയും നമ്മൾ ഓൺലൈൻ മാരേജ് ഫില്ല് ചെയ്യുക, മറ്റേതാ മറിച്ചത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതാക്കണം. ഇങ്ങനെയുള്ള ഓൺലൈൻ ഫ്രോഡുകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ ഇവന്മാർ ചെയ്യുന്നത് നമുക്ക് നിർത്തണം. ഇതാണ് ഇവളുമാരുടെ പല രീതിയിലുള്ള കള്ളങ്ങളാണ്. നിങ്ങൾ സൂക്ഷിച്ചോണം. നിങ്ങൾക്ക് ഇന്നയാൾ പൈസ ഇടും, ചിലപ്പം നിങ്ങൾ വേറൊരാളിനെ കൊണ്ട് പൈസ ഇടിപ്പിച്ചിട്ട് പറയും നിങ്ങളും അവനും കൂടെ, അല്ലെ പെണ്ണാണെങ്കിൽ അവനുമായിട്ട് ബന്ധമാണ്, ആണാണെങ്കിൽ അവളുമായിട്ട് ബന്ധമാണ്, അവരെയൊക്കെ തമ്മിൽ അങ്ങനെയൊക്കെ പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിപ്പിച്ച് കള്ളത്തരത്തിൽ പല കള്ളങ്ങളും കാണിക്കുന്നുണ്ട് ഇവളുമാർ. ഈ കുറ്റവാളികൾ, ഈ ക്രിമിനൽസ് അങ്ങനെയൊക്കെ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ആക്കുക നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരുന്നു, ഏത് സോഴ്സാണ്, ആരാണ് അയക്കുന്നത്, ഇതൊക്കെ. അപ്പോൾ ഇവൾ രാജമ്മ എന്ന് പറയുന്ന അവളിങ്ങനെ കള്ളത്തരം ചെയ്യാൻ വേണ്ടി ഒത്തിരി ഡ്രാമ 2 ദിവസം കൊണ്ടെടുത്ത് അതെല്ലാം ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട്. ഇവളുടെ ഡ്രാമകളൊക്കെ തെളിവിന്. ഐ എം ഇൻസൈഡ് മൈ ഹൗസ്, സഹദേവ മന്ദിരം, ഓലകെട്ടിയമ്പലം, ബിയോ മാവേലിക്കര. എവിടെയാണെന്ന് കാണിച്ചു തരാം. നോട്ട് എനിവെയർ എൽസ്. ഹിയർ ആണ്.